ഇനി നമുക്ക് D3 കോൺഫിഗറേഷൻ്റെ ടെനാബെ-സുകാർണോ ഡയഗ്രാംസ് നോക്കാം. എക്സാമ്പിൾസ് നമുക്ക് പറയുന്നത് ഹെക്സാക്വ ക്രോമിയം 3+, അതേപോലെ തന്നെ ഹെക്സാക്വ വനേഡിയം 2+ എല്ലാം D3 സിസ്റ്റംസ് ആണ് അല്ലേ. നമ്മൾ നോക്കുവാണെങ്കിൽ D3 സിസ്റ്റത്തിൻ്റെ ടേം, ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്ന് പറയുന്നത്, ലോവസ്റ്റ് എനർജി ടേം എന്ന് പറയുന്നത് ക്വാർട്ടറ്റ് F ആണ്. നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ക്വാർട്ടറ്റ് A2G ടേം ആണ് നമ്മളിവിടെ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ ക്വാർട്ടറ്റ് F സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന അതർ ടേംസ് ആണ് ക്വാർട്ടറ്റ് T2Gയും ക്വാർട്ടറ്റ് F എന്ന് പറയുന്നതും. അതേപോലെ അതർ എനർജി ടേംസ് എന്ന് പറയുന്നത് ക്വാർട്ടറ്റ് P ഉണ്ട്, ദെൻ ഡബിളറ്റ് G ഉണ്ട്, ഡബിളറ്റ് F ഉണ്ട്. അതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ടേംസും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ റെലവൻസ് ഏതാണ്? നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ക്വാർട്ടറ്റ് A2G ആയതുകൊണ്ട് അതേ സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരുന്ന ടേംസിനാണ് റെലവൻസ് കൂടുതൽ. ഓക്കെ, സോ ഇനി പോസിബിൾ ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ക്വാർട്ടറ്റ് A2Gയിൽ നിന്ന് സ്പിൻ അലൗഡ് ആയിട്ടുള്ള ക്വാർട്ടറ്റ് T2G ട്രാൻസിഷൻ, അതായത് ഈ ലെവലിലേക്കുള്ള ട്രാൻസിഷൻ. അതുപോലെ ക്വാർട്ടറ്റ് A2Gയിൽ നിന്ന് ക്വാർട്ടറ്റ് T1Gയിലേക്കുള്ള ട്രാൻസിഷൻ, അതാണ് സെക്കൻഡ് വേവ് നമ്പറിൽ നമുക്ക് കിട്ടുക. ക്വാർട്ടറ്റ് A2Gയിൽ നിന്ന് മൂന്നാമത്തേത് ക്വാർട്ടറ്റ് T1G P അല്ലേ, ഇത് ക്വാർട്ടറ്റ് T1G Pയിലേക്കുള്ള ട്രാൻസിഷൻ. ഈ 3 ട്രാൻസിഷനാണ് സ്പിൻ അലൗഡ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് 3ഉം വിസിബിൾ റീജിയനിൽ വരുന്നത് കൊണ്ട് D3 കോൺഫിഗറേഷൻ്റെ, D3 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന മെറ്റൽസിൻ്റെ കോംപ്ലക്സിൻ്റെ സ്പെക്ട്ര നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ 3 സ്പെക്ട്ര, 3 വേവ് നമ്പറിൽ നമുക്ക് 3 സ്പെക്ട്ര നമുക്ക് വിസിബിളായി കിട്ടും. ഓക്കെ, പക്ഷെ ഇതിൽ μ3 നമുക്ക് എവിഡൻ്റ് അല്ല, കാരണം ചാർജ് ട്രാൻസ്ഫർ ബാൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് അത്ര എവിഡൻ്റ് ആയിരിക്കില്ല μ3 എന്ന് പറയുന്നത്. സോ D3 സിസ്റ്റത്തിൽ 3 അബ്സോർഷൻ ബാൻഡുകൾ വിസിബിൾ ആവും, കാരണം 3 സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടെനാബെ-സുകാർണോ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അബ്സോർഷൻ സ്പെക്ട്ര എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ടെനാബെ-സുകാർണോ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് B വാല്യൂ, അതുപോലെ ഡെൽറ്റ O വാല്യൂ എല്ലാം നമുക്ക് ഈ കോംപ്ലക്സിൻ്റെ, ഇപ്പോൾ ഹെക്സാക്വ ക്രോമിയം 3+ ആണെങ്കിൽ ക്രോമിയം 3+ൻ്റെ B വാല്യൂ ടാക്കി പാരാമീറ്റർ ആണല്ലേ, ഡെൽറ്റ സ്പ്ലിറ്റിംഗ് ഡെൽറ്റ O നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് μ1 എന്ന് പറയുന്നത് 17,000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ഫസ്റ്റ് ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് നമ്പർ എന്ന് പറയുന്നത്. μ2 24,000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്, μ3 37,000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ ഒരു വാല്യൂം ഏതിനാണ്? ഓരോ കറസ്പോണ്ടിങ് ട്രാൻസിഷനിലാണ് വരുന്നത് അല്ലേ. ക്വാർട്ടറ്റ് A2G ടു ക്വാർട്ടറ്റ് T2G, ക്വാർട്ടറ്റ് A2G ടു ക്വാർട്ടറ്റ് T1G, ക്വാർട്ടറ്റ് A2G ടു ക്വാർട്ടറ്റ് T1G P എന്നുള്ള രീതിയിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റേഷ്യോസ് എടുക്കുവാണെങ്കിൽ μ2 ടു μ1 എന്ന് പറയുമ്പോൾ 24,000 ഡിവൈഡ് ബൈ 17,000 1.412 എന്ന് കിട്ടും. ഇനി ടെനാബെ-സുകാർണോ ഡയഗ്രാം നോക്കിയിട്ട് D3 സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ ആ റേഷ്യോ ഏതാണ്? ഡെൽറ്റ O ബൈ B ഡാഷ് എന്ന് പറയുന്നത് 24 ആണ്. നമുക്ക് ടെനാബെ-സുകാർണോ ഡയഗ്രത്തിലെ വാല്യൂസിൽ നിന്ന് നമുക്കത് കിട്ടും. അതുപോലെ ഡെൽറ്റ O ബൈ B ഡാഷ് = 24 is equivalent to μ3 by B dash, അത് 53.105 എന്ന് കിട്ടും. B dash അപ്പോൾ നമുക്ക് എങ്ങനെ B പ്രൈം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മൂന്നാമത് ട്രാൻസിഷൻ 37,000 ഡിവൈഡ് ബൈ ഇതിൻ്റെ റേഷ്യോ 53.105 എന്ന് പറയുമ്പോൾ 696.7 എന്ന് കിട്ടും. ഡെൽറ്റ O നമുക്കറിയാം 10 DQ ആണ്. 10 DQ നമുക്ക് ഈ വാല്യൂ കിട്ടും. അതിൽ നമുക്ക് DQ നമുക്ക് കണ്ടുപിടിക്കാം. DQ this one divided by 10 ആയിരിക്കും, DQ വാല്യൂ കിട്ടും. ബീറ്റ എന്ന് പറയുന്നത് B പ്രൈം ബൈ B ആണ്, which is equal to 696.7 by 918 എന്ന് കിട്ടും. സോ നമുക്ക് ബീറ്റ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്രോമിയം 3+ൻ്റെ ഫ്രീ മെറ്റൽ അയണിൻ്റെ B എന്ന് പറയുന്നത് 918 ആണ്, അത് ഫിക്സ്ഡ് വാല്യൂ ആണ്. Thus from the spectrum using ടെനാബെ-സുകാർണോ diagram, parameters like B prime, DQ, beta, etc. can be calculated. ഈ 1.412 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആക്സിസിലെ ഡെൽറ്റ O ബൈ B വാല്യൂ ആണ് 24 നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ μ3 ബൈ B പ്രൈം എന്ന് പറയുന്നത് ഇതേപോലെ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് എക്സ് ആക്സിൽ കണ്ടുപിടിക്കാം. അതാണ് 53.105 എന്ന് പറയുന്നത്. ഇനി നമുക്ക് D4 കോൺഫിഗറേഷൻ്റെ ടെനാബെ-സുകാർണോ ഡയഗ്രാംസ് നോക്കാം. മുമ്പ് കണ്ട സിറ്റുവേഷനിലും ഡിഫറൻ്റ് ആണ്. കാരണം എന്താണ്?
D4 കോൺഫിഗറേഷനിൽ നമുക്ക് ലോ സ്പിന്നും പോസിബിൾ ആണ്, ഹൈ സ്പിന്നും പോസിബിൾ ആണ് അല്ലേ. സോ നമ്മുടെ ലിഗാൻഡ് വീക്ക് ഫീൽഡ് ആകുമ്പോഴത്തേക്കും ഹൈ സ്പിൻ കോംപ്ലക്സ് പോസിബിൾ ആണ്. T2G3 EG1 എന്നായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. സോ ടോട്ടൽ എസ് എന്ന് പറയുന്നത് 4 × 4 അൺപെയർഡ് ഇലക്ട്രോൺ × 1/2 2 ആണ്. സോ കറസ്പോണ്ടിങ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി 5 ആയിരിക്കും അല്ലേ. സോ ഹൈ സ്പിൻ അതായത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരുന്ന കേസിൽ 4 അൺപെയർഡ് ഇലക്ട്രോൺ പാരലൽ സ്പിന്നിൽ വരുന്നതുകൊണ്ട് സ്പിൻ മൾട്ടിപ്ലിസിറ്റി 2ns+1 എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമ്മുടെ ലിഗാൻഡ് ഫീൽഡ് സ്ട്രോങ് ആവുകയാണെങ്കിൽ അവിടെ ഫോഴ്സ്ഡ് പെയറിംഗ് നടക്കും അല്ലേ. അപ്പോൾ EGയിൽ ഇലക്ട്രോൺ ഇല്ല, T2G4 ആണ്, രണ്ടെണ്ണം പെയർഡ് ആയിപ്പോൾ ഇനി 2 അൺപെയർഡ് ഇലക്ട്രോണേ നമുക്കുള്ളൂ പാരലലി അറേഞ്ച്ഡ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത് 1 ആവും. 2 × ½ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 3 ആവും. അപ്പോൾ അത് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 പോസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം D4 കോൺഫിഗറേഷൻ. അപ്പോൾ ഇതുവരെയുള്ള ചെനാബേ-സുകാർണോ ഡയഗ്രാം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു അല്ലേ. ലിഗാൻഡ് ഫീൽഡ് Δ/B എക്സ് ആക്സിൽ മാറിയെങ്കിലും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ലോ സ്പിൻ കോംപ്ലക്സും ഹൈ സ്പിൻ കോംപ്ലക്സും പോസിബിൾ ആണ്. ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് കൂടി വരുന്നതനുസരിച്ചിട്ട് ഹൈ സ്പിൻ കോംപ്ലക്സ് എന്തായി മാറും, ലോ സ്പിൻ ആയിട്ട് ഇങ്ങനെ മാറും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ലൈൻ പോകുന്നതിന് പകരം നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടൊരു ബെൻഡ് ഇവിടെ വിസിബിൾ ആവും. This possibility is further reflected in the ചെനാബേ-സുകാർണോ diagrams in the form of a discontinuity or bend, which is quite apparent in them. So ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ലോ സ്പിൻ ഹൈ സ്പിൻ എന്നുള്ളത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ ആ ചെനാബേ-സുകാർണോ ഡയഗ്രം കാണാം. മുമ്പ് കേസിൽ ഇങ്ങനെ ലൈൻസ് ആയിരുന്നു, പക്ഷേ ഇവിടെ വീക്ക് ഫീൽഡ് വരുമ്പോൾ ഉള്ള എനർജി ഓർഡർ ആണ് ഈ കാണുന്നത്. ഇനി സ്ട്രോങ് ഫീൽഡ് വരുമ്പോൾ അവിടെ സ്പ്ലിറ്റിംഗ് നടന്നിട്ട് എനർജി ഓർഡർ ഈ രീതിയിൽ അല്ലേ, കണ്ടിന്യൂസ് അല്ല, ഇതുപോലെ സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട്. സോ നമുക്ക് വീക്ക് ഫീൽഡ് D4 കോൺഫിഗറേഷൻ നോക്കാം. അതിൽ 4 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, പാരലൽ സ്പിൻ ഉള്ളത്. സ്പിൻ മൾട്ടിപ്ലിസിറ്റി 5 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ സ്ട്രോങ് ഫീൽഡ് D4 കോൺഫിഗറേഷൻ വരുമ്പോൾ പെയറിംഗ് നടക്കുന്നതുകൊണ്ട് 2 അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. സ്പിൻ മൾട്ടിപ്ലിസിറ്റി 3 ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ D4 കോൺഫിഗറേഷൻ വരുമ്പോൾ ചെനാബേ-സുകാർണോ ഡയഗ്രം കോംപ്ലക്സ് ആവുന്നു. കാരണം 2 കേസ് നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടതുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഈ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ബെൻഡ് വരുന്ന ഈ കറക്റ്റ് ആ ട്രാൻസിഷൻ വരുന്ന പോയിന്റിൽ കൂടെ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. അത് വീക്ക് ഫീൽഡിനെയും സ്ട്രോങ് ഫീൽഡിനെയും സെപ്പറേറ്റ് ചെയ്യും. സോ മൂവിംഗ് ഫ്രം വീക്ക് ഫീൽഡ് ടു സ്ട്രോങ് ഫീൽഡ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേംസ് ഓൾസോ ചേഞ്ചസ് അല്ലേ. ദ ഡയഗ്രാം ഫോർ ദ D4 കേസ് ഈസ് ഷോൺ ഹിയർ ആൻഡ് കറസ്പോണ്ടിങ് സ്പെക്ട്ര നമുക്കിവിടെ കാണാൻ പറ്റും. D4 Cr2+ ഒരു എക്സാമ്പിൾ ആണ്. D4 കേസിൽ അതിൻ്റെ സ്പെക്ട്രയാണ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുക. സോ D4 സിസ്റ്റത്തിന്റെ ചെനാബേ-സുകാർണോ ഡയഗ്രത്തിൽ ഈ വെർട്ടിക്കൽ ലൈൻ വീക്ക് ഫീൽഡ് സ്ട്രോങ് ഫീൽഡ് സെപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ എക്സ് ആക്സിൽ Δ/B ആണ്, അത് 27 വരുന്ന ആ പോയിന്റിൽ കൂടെയാണ് ഈ ലൈൻ പാസ് ചെയ്ത് പോവുക, വീക്ക് ഫീൽഡിനെയും സ്ട്രോങ് ഫീൽഡിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്. ഇനി നമ്മുടെ D4 ഹൈ സ്പിൻ കേസ് ആകുമ്പോൾ, അതായത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്ന് പറയുന്നത് 5D ആണ്. സോ ഇൻ ദ കേസ് ഓഫ് വീക്ക് ഫീൽഡ് ടേം 5D സ്പ്ലിറ്റ്സ് ഇൻ ടു 5EG അല്ലേ. 5EG ആൻഡ് T2G എന്നുള്ള രീതിയിലേക്ക് സ്പ്ലിറ്റിംഗ് നടക്കുക. സ്പിൻ മൾട്ടിപ്ലിസിറ്റി 5 ആണ്. ഇനി നമ്മൾ വീക്ക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ് ഫീൽഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം മാറി അല്ലേ. 5E എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം മാറിയിട്ട് ട്രിപ്ലറ്റ് Tയിലേക്ക് അത് T1Gയിലേക്ക് അത് മാറി. ഓക്കെ, സോ ട്രിപ്ലറ്റ് ആവാൻ കാരണം എന്താ, അൺപെയർഡ് ആയിട്ട് EGയിൽ നിന്നൊരു ഇലക്ട്രോൺ T2Gയിലേക്ക് പെയർ ചെയ്തു. ഇനി ഇവിടെ 2 അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി 3 ആയിട്ട് മാറിയത്. ഇത് ഏതിന് കറസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഫ്രീ ഇലക്ട്രോണിന്റെ ട്രിപ്ലറ്റ് H ടേമിന് കറസ്പോണ്ടിങ് ആയിരിക്കും, കോറിലേറ്റ് ചെയ്യുന്നു. അതിൽ നിന്നാണ് നമുക്ക് ഈ ട്രിപ്ലറ്റ് T1G എന്ന് പറയുന്ന ടേം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഈ സ്പെക്ട്രോസ്കോപ്പിക് ടേമിൽ നിന്നാണ് ഈ ഗ്രൂപ്പ് തിയററ്റിക്കൽ ടേം നമുക്ക് കിട്ടുന്നത്. The vertical line between the weak and strong field, it can be considered as a divider. It separates weak field and strong field, but it also relates the weak field and strong field cases. At the dividing line, the ground state changes from 5EG to triplet T1G എന്ന് നമുക്ക് കാണാം. Thus, spin multiplicity also changes from 5 to 3, which indicates the change in number of electrons in both the electronic configuration. ഇവിടെ 5 അൺപെയർഡ് ഇലക്ട്രോണും ഇവിടെ 4 അൺപെയർഡ് ഇലക്ട്രോണും ഇവിടെ 2 അൺപെയർഡ് ഇലക്ട്രോണുമാണ് ഉള്ളത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹെക്സാക്വാ ക്രോമിയം 2+ അല്ലേ.
ഇത് ഒരു D4 സിസ്റ്റമാണ്. ഇവിടെ നമ്മുടെ അബ്സോർപ്ഷൻ ബാൻഡ് വിസിബിൾ ആവുന്നത് അതിൻ്റെ വേവ് നമ്പർ എന്ന് പറയുന്നത് 14,100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ 680 നാനോമീറ്റർ നമുക്ക് പറയാം. സോ നമുക്കറിയാം ഇവിടെ വാട്ടർ എന്താണ്, ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണല്ലേ. അപ്പോൾ നമ്മൾ ടെനാബേസ് ഡയഗ്രത്തിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. നമ്മുടെ ഫീൽഡ് വീക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ D4 എങ്ങനെയായിരിക്കും, ഹൈ സ്പിൻ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 5D ആയിരിക്കും. അപ്പോൾ ഈ സൈഡാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ട്രാൻസിഷൻ എങ്ങനെയായിരിക്കും, ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഏതാണ്, 5EGയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് അതേ സ്പിൻ മൾട്ടിപ്ലിസിറ്റിയുള്ള 5T2Gയിലേക്ക് പോകുന്ന ഈ ഒരു ട്രാൻസിഷനാണ് ഇവിടുത്തെ സ്പിൻ അലൗഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷൻ, ഈ എനർജി ഗ്യാപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ അത് എന്തിന് കറസ്പോണ്ടിങ് ആണ്, ഡെൽറ്റ ഒന് കറസ്പോണ്ടിങ് ആണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നമ്മളിവിടെ കണ്ടുപിടിക്കണമെങ്കിൽ, സ്പ്ലിറ്റിംഗ് പാരാമീറ്റർ ഡെൽറ്റ ഒ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എനർജി ഓഫ് അബ്സോർപ്ഷൻ നമ്മൾ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഇത് നമുക്ക് വീക്ക് ഫീൽഡ് വരുന്ന കേസിൽ സിമ്പിളായിട്ട് ഒറ്റ ട്രാൻസിഷനാണ് നമ്മൾ കാണിച്ചിരിക്കുക. പക്ഷേ ഇത്തരം കേസുകളിൽ എന്തിന് സാധ്യതയുണ്ട്, T2G3 EG1 ആയിട്ടാണ് നിൽക്കുക അല്ലെ. EGയിൽ 1 ഇലക്ട്രോൺ, അതായത് EGയിൽ 2 ഓർബിറ്റലിൽ ഒരെണ്ണത്തിന് ഇലക്ട്രോൺ ഉള്ളൂ. അനീവൻ ഫില്ലിംഗ് ഓഫ് EG വരുന്ന കേസിൽ ജോയിന്റ് ഡിസ്റ്റോർഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായി മാറാം, ഒന്നിലധികം അല്ലെങ്കിൽ 1-2 പീക്സ് വരുന്ന സിറ്റുവേഷൻ വരാം. D4 കേസിൽ ഹൈ സ്പിൻ വരുന്ന കേസിൽ ജോയിന്റ് ഡിസ്റ്റോർഷൻ ഉണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. നമ്മൾ ജോയിന്റ് ഡിസ്റ്റോർഷൻ ഇല്ലാത്ത സിറ്റുവേഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുക. സോ ഒരു D4 സിസ്റ്റത്തിന്റെ കൂടെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് വന്നുണ്ടാകുന്ന ഹൈ സ്പിൻ കോംപ്ലക്സിന്റെ പോസിബിൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഈ സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പോസിബിൾ ട്രാൻസിഷൻ വരുന്നത് 5EG to 5T2G ആണ്. സ്പിൻ അലൗഡ് ട്രാൻസിഷൻ. സ്പെക്ട്രൽ പീക്ക് നമുക്ക് കിട്ടുന്ന 14,100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ആ പീക്ക് നമുക്കിവിടെ കാണാം. വാട്ടറിന് പകരം CN- പോലെയുള്ള സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരുന്നെങ്കിൽ D4 എന്തായി മാറിയേനെ, ലോ സ്പിൻ ആയി മാറിയേനെ, അതായത് T2G4 ആയിട്ട് മാറിയേനെ അല്ലേ. അപ്പോൾ നമ്മൾ ടെനാബേസ് ഡയഗ്രത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വേണം കൺസിഡർ ചെയ്യാൻ. അവിടെ ട്രാൻസിഷൻ അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ട്രിപ്ലറ്റ് T1Gയിൽ നിന്നായിരിക്കും അല്ലെ. ട്രിപ്ലറ്റ് T1Gന് കറസ്പോണ്ടിങ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരുന്ന തരം ട്രാൻസിഷൻസ് ആയിരിക്കും അവിടെ നമുക്ക് കിട്ടേണ്ടിയിരുന്നത്.